തമിഴ് സിനിമയിൽ നിലവിൽ ബയോപിക്കുകളുടെ കാലമാണെന്ന് തോന്നുന്നു. സംഗീത സംവിധായകൻ ഇളയരാജയുടെ ബയോപിക്കാണ് ഏറ്റവും അടുത്തായി ഒരുങ്ങുന്നത്. ധനുഷാണ് ഇതിൽ ഇളയരാജയെ അവതരിപ്പിക്കുന്നത്. അതേസമയം രജനീകാന്തിന്റെ ജീവിതവും സിനിമയായി എത്തുന്നുവെന്നാണ് പുതിയ വാർത്തകൾ. ഇന്ത്യൻ സിനിമാ ലോകത്തെ സൂപ്പർ താരമാണ് രജനീകാന്ത്. ഏഷ്യയിൽ തന്നെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നടൻ കൂടിയാണ് തലൈവർ. ശിവാജി റാവു ഗെയ്ക്വാദ് എന്ന രജനീകാന്ത് ഒരു ബസ് കണ്ടക്ടറിൽ നിന്നും സിനിമാ ലോകത്തെ സൂപ്പർ താരമായി വളർന്നത് ഒരു സിനിമാ കഥ പോലെ തന്നെ ആവേശകരമാണ്. ഹങ്കാമ.com കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്ത പ്രകാരം പ്രമുഖ ബോളിവുഡ് നിർമ്മാതാവ് സാജിദ് നദിയാവാല രജനീകാന്തിന്റെ ജീവിതകഥ സിനിമയാക്കാനുള്ള അവകാശം കരസ്ഥമാക്കിയെന്നാണ്. ഇപ്പോൾ സൽമാൻ നായകനായി എത്തുന്ന AR മുരുകദോസ് ചിത്രം സിക്കന്ദറിന്റെ നിർമ്മാണ ഘട്ടത്തിലാണ് സാജിദ്. അതിനുശേഷം രജനി ചിത്രത്തിലേക്ക് കടക്കും എന്നാണ് വിവരം. ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഒരു ബയോപിക്കിന്റെ അവകാശം വാങ്ങാൻ ചിലവാക്കിയ ഏറ്റവും കൂടിയ തുകയാണ് രജനീകാന്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സംവിധായകൻ ആരാണെന്നോ ആരൊക്കെയാണ് താരനിരയെന്നോ ഇതുവരെ വ്യക്തമാക്കിയില്ലെങ്കിലും ചിത്രത്തിന്റെ പ്രവർത്തനങ്ങൾ 2025 ആരംഭിക്കും എന്നാണ് വിവരം. അതേസമയം ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന വേട്ടയ്യൻ എന്ന ചിത്രത്തിന്റെ അവസാനഘട്ട ചിത്രീകരണത്തിലാണ് ഇപ്പോൾ രജനി. അതിനുശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന കൂലിയിൽ രജനീകാന്ത് അഭിനയിക്കും. അടുത്തിടെ പുറത്തുവന്ന കൂലിയുടെ ടൈറ്റിൽ ടീസറിന് സോഷ്യൽ മീഡിയയിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചത്.